ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്റെ അമ്മ പോലും ഞങ്ങളെ കോമാളികളാക്കിയില്ലേ? അത് മനഃപൂർവ്വം തന്നെയാ. ലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്നത് കണ്ണന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞാ ആരും ആ കുഞ്ഞിനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാ കണ്ണന്റെ കുഞ്ഞല്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആ കുഞ്ഞിനെ കൊല്ലാൻ നടന്ന കൂട്ടത്തിലാ ഇവിടെയുള്ളവര്. അത് മാത്രമാണോ? സ്വന്തം മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്തൊരമ്മയാ ഉണ്ണിയുടെ അമ്മ. അങ്ങനെ ഒരു സാഹചര്യത്തില് നിങ്ങൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്ത എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്? ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എങ്ങനെയോ സത്യങ്ങൾ അറിഞ്ഞിട്ട് ഓടി വന്നേക്കുന്നത്. നിന്റെ ചേച്ചിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നീയും അതിനുള്ള ചികിത്സകൾ നടത്തണം. അതിനുവേണ്ടി ഉണ്ണിയെ സ്നേഹിക്കണം. ദേ അമ്മ മിണ്ടരുത്. ഇതുപോലൊരമ്മ ലോകത്താർക്കും കാണില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇതുപോലൊരു മകളെയും മകളുടെ അച്ഛനെയും മുത്തശ്ശിയും ലോകത്തോരമ്മമാരെയും കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ലക്ഷ്മി മോൾ അമ്മയായതിനു ശേഷം ആ കുഞ്ഞിന്റെ അച്ഛൻ സ്വന്തം ഭർത്താവാണെന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്റെ മോള്. ലോകത്ത് എത്ര പെൺകുട്ടികൾക്ക് ഇതുപോലൊരു ഗതികേട് ഉണ്ടാവുമടി? നീ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവളാ എന്റെ ലക്ഷ്മി മോള്. എന്നിട്ട് ആ കുഞ്ഞിനെ കളഞ്ഞവരാ ഈ നിൽക്കുന്നവര്. എന്നിട്ട് അവരോട് നിനക്ക് ദേഷ്യമില്ല. എന്നിട്ട് ലക്ഷ്മിയുടെ കുഞ്ഞിന് ആപത്തുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ കൈകൊട്ടി ചിരിച്ചവളാണ് നീ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് തേങ്ങിക്കരയുന്ന എന്റെ മോളെ കാണാൻ വേണ്ടി, അത് കണ്ടിട്ട് അച്ഛനും മുത്തശ്ശിക്കും ഒപ്പം നിന്ന് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരുന്നവളാ നീ. അതുകൊണ്ട് ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട. പല ആണുങ്ങളെയും ചേർത്ത് എന്റെ മോളെ പറഞ്ഞല്ലോ. ഇനി അതൊക്കെ നിർത്തിക്കോ. എന്റെ ലക്ഷ്മി മോളുടെ വയറ്റിൽ വളരുന്നത് എന്റെ മരുമോന്റെ കുഞ്ഞാണ്, എന്റെ കണ്ണന്റെ കുഞ്ഞ്. ആ കുഞ്ഞിന്റെ അച്ഛന് ആ വിശ്വാസമുണ്ട്. പിന്നെ ഇനി അത് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വല്ലാത്തൊരു ദുരന്തമായി പോയല്ലോ എന്റെ ജീവിതം. വിഷുവായിട്ടുണ്ടായ സന്തോഷമൊക്കെ ഒറ്റ നിമിഷം കൊണ്ടില്ലാതായല്ലോ. എല്ലാം കൊണ്ടുപോയല്ലോ മോളെ. മോളെ, നമ്മുടെ സൈഡ് ഇപ്പോൾ വളരെ വളരെ ദുർബലമാണ്. അതുകൊണ്ട് ഞാഞ്ഞൂലിനെയും പേടിക്കണം. നിന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. സൂക്ഷിച്ചു പോയേ പറ്റൂ. മക്കളെ